ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാവർക്കും ആത്മജ്യോതിയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. നമ്മൾ ശ്രീമദ് മഹാഭാഗവതത്തിലെ ഓരോ അധ്യായമായിട്ട് ഭഗവാന്റെ ശ്രേഷ്ഠമായ ചരിതങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ദ്വിതീയ സ്കന്ധത്തിലാണ് നമ്മളിപ്പോൾ. ഇത് നിവൃത്തി സ്കന്ധമാണ്. ഇതിൽ രണ്ടാമത്തെ അധ്യായമാണെന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ സദ്യോമുക്തിയും ക്രമമുക്തിയുമാണ് പ്രധാനമായി ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് വിവരിച്ചു കൊടുക്കുന്നത്. അപ്പം ആദ്യം തന്നെ ശ്രീശുക ഉവാച ഏവം പുരാധാരണയാത്മയോനിർ നഷ്ടാം സ്മൃതിം പ്രത്യവരുദ്ധ്യ തുഷ്ടാത് തഥാ സസർജയിതമോഘദൃഷ്ടിർ യഥാപ്യയാത് പ്രാഗ്വ്യവസായ ബുദ്ധി ശാബ്ദസ്യ ഹി ബ്രഹ്മണ ഏഷ പന്ഥ എന്നാമഭ്യർധ്യായതി ധീരപാർത്ഥൈ. ശ്രീശുക ബ്രഹ്മർഷി പറയുകയാണ്, ഒരു കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ ധാരണ കൊണ്ട് ബ്രഹ്മാവ് ഭഗവാനെ ധാരണ ചെയ്ത് ആ നഷ്ടപ്പെട്ടു പോയ സ്മൃതി വീണ്ടെടുത്ത് സൃഷ്ടികർമ്മം നടത്തുന്നതിന് സമർത്ഥനായിട്ട് തീർന്നു. ഈ അർത്ഥശൂന്യമായ ആ വേദവാക്യങ്ങളിൽ ചില വേദവാക്യങ്ങൾ എന്ന് പറയുന്നത് ആ കർമ്മവാസനകൾക്ക് അധീനമായി മനുഷ്യൻ ശാശ്വത ശാന്തിയെ പ്രാപിക്കാത്ത രീതിയിലുള്ള വാക്യങ്ങളുണ്ട്. കർമ്മത്തെ വീണ്ടും വീണ്ടും ചെയ്യിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ വിദ്വാനായവൻ എന്തു ചെയ്യും? അനാസക്തിയോടുകൂടി നാമമാത്രമായ അർത്ഥത്തെ സ്വീകരിക്കുന്നു. ഭോഗ്യസുഖങ്ങളിൽ ഒരിക്കലും അവൻ്റെ ചിത്തം പതിയുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭാഗവതം തന്നെ നമ്മളോട് ചോദിക്കുകയാണ്, ഈ വിസ്തൃതമായ ഭൂമിയുള്ളപ്പോൾ പിന്നെ എന്തിനാണ് മറ്റ് ശയനോപകരണങ്ങൾ? സ്വസിദ്ധമായ കൈത്തണ്ട ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് തലയിണ? കൈക്കുമ്പിളുള്ളപ്പോൾ പിന്നെ എന്തിനാണ് ഭക്ഷണപാത്രം? ദിക്കും മരവുരിയും ഉള്ളപ്പോൾ പിന്നെന്തിനാണ് മറ്റു വസ്ത്രങ്ങൾ? നഗ്നത മറയ്ക്കുന്നതിനായിട്ട് തുണിക്കഷ്ണങ്ങളൊക്കെ മാർഗമധ്യേ കിടക്കുന്നില്ലേ? അന്യരെ സംരക്ഷിക്കുന്ന വൃക്ഷങ്ങൾ വേണ്ടുവോളം കായ്കനികൾ നൽകുന്നില്ലേ? ഫലമൂലാദികളൊക്കെ നമുക്ക് കിട്ടില്ലേ? നദികൾ ആവശ്യത്തിനനുസൃതമായിട്ട് ജലം നൽകില്ലേ? ആ വസിക്കുന്നതിനാവശ്യമായ ഗുഹകൾ അടഞ്ഞു പോയിട്ടില്ലല്ലോ? തന്നെ അവരെയെല്ലാം ഭഗവാൻ സംരക്ഷിക്കില്ലേ? പിന്നെ എന്തിനാണ് വിവേകികൾ ധനം കൊണ്ട് മത്തരായി തീർന്നവരെ ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചിരിക്കുന്നു. നമ്മളെ ഈ ഭാഗവതത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാമിജി നമ്മളോട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഉള്ള വസ്ത്രങ്ങൾ എത്രയുണ്ട്? ആവശ്യത്തിന് മാത്രമാണോ ഉള്ളത്? എത്രയോ അധികമാണ് നമ്മൾക്കുള്ളത്? എത്ര എണ്ണമുണ്ട് എന്നൊന്ന് കണക്കെടുത്ത് നോക്കണം. എല്ലാ കാര്യങ്ങളും, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളായാലും ആഹരിക്കുന്ന ഭക്ഷണമായാലും എല്ലാം, നമുക്കുള്ള പാത്രങ്ങൾ, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ, ആഭരണങ്ങൾ എല്ലാം നമ്മൾക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മളൊന്ന് കണക്കെടുത്ത് നോക്കണം. ഇല്ലാത്തവർക്ക് നമ്മളത് ദാനം ചെയ്യുക തന്നെ വേണം എന്നുള്ളത് അദ്ദേഹം അത് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വിവേകികളായവർ, വിരക്തി നേടിയവർ, ഹൃദയകമലത്തിൽ പരമാത്മാവും പ്രിയം നൽകുന്നവനും ആ സത്യസ്വരൂപനായിരിക്കുന്നവനും ആദിയും മധ്യവും അന്തരഹിതനുമായ ഭഗവാൻ അവരുടെ ഹൃദയത്തിൽ ആവാസം ചെയ്യുന്നു. അങ്ങനെയുള്ള ആ നിശ്ചയദാർഢ്യത്തോടുകൂടി ഭഗവാനെ ഭജിക്കുന്നവരുടെ ആ വിദ്യകളും തമോ ഗുണമെല്ലാം നശിച്ചു പോകുന്നു. അപ്പോൾ സംസാരം ഒരു വൈതരണിയാണ്. അതിൽ ജനങ്ങൾ ആ സ്വകർമ്മ ജന്യങ്ങളായ ദുഃഖം ഭുജിക്കുന്നത്, ആ കർമ്മഫലങ്ങളാണ് ദുഃഖമായി വരുന്നത് നിരന്തരം കാണുന്നുണ്ടെങ്കിലും മനുഷ്യർ വീണ്ടും എന്ത് ചെയ്യുന്നു? ഈശ്വര ചിന്തയൊന്നും ഇല്ലാതെ കേവലം മൃഗങ്ങളെ പോലെ കഴിഞ്ഞു കൂടുന്നു എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ധാരണ ചെയ്യേണ്ടത്? നമ്മളുടെ ഒരു മുഷ്ടിക്ക് അത്രയും വലിപ്പം, മുഷ്ടിയുടെ അത്രയും വലിപ്പമാണ് ഹൃദയത്തിന് ഓരോരുത്തരുടെയും ഉള്ളത്. ഇടതുവശത്തേക്ക് എന്നാണ് പറയുക. നമ്മളുടെ ഫിസിക്കൽ ഹേർട്ട് എന്ന് പറയുന്നത്, ഹൃദയം എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഭഗവാനെ ഹൃദയത്തിൽ ധാരണ ചെയ്യണം എന്നത് പറയുകയാണ്. ഒരു ചാൺ വലിപ്പത്തിലുള്ളവനും കേജിത് സ്വദേഹാന്തർഹൃദയാവകാശേ പ്രാദേശമാത്രം പുരുഷം വസന്തം ചതുർഭുജം കഞ്ചരഥാംഗശംഖ ഗദാധരം ധാരണയാ സ്മരന്തി പ്രസന്നവക്ത്രം നളിനായ തീക്ഷ്ണം കദംബ കിഞ്ചിൽക്ക പിശങ്കവാസസം. എന്താണ്? ഒരു ചാൺ വലിപ്പത്തിലുള്ളവനും 4 തൃക്കൈകളിൽ ഗദ, ശംഖം, ചക്രം, പത്മം എന്നിവ ധരിച്ചിരിക്കുന്നവരുമായ ഈശ്വര സ്വരൂപത്തെ ചില സാധകന്മാർ ഹൃദയത്തിൽ ദർശിക്കുന്നു. പിന്നെ എങ്ങനെയുള്ള മുഖത്തോട് കൂടിയതാന്നൊക്കെ പറയുന്നു. പ്രസന്ന വക്ത്രം എന്നാണ് പറഞ്ഞത്.
സദാ പ്രസന്നമായ ആ ശ്രീമുഖത്തോടും ഐശ്വര്യമുള്ള മുഖത്തോടും താമര ഇതൾ പോലെ നീണ്ട തൃക്കണ്ണുകളോടും ഭഗവാനെ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ധാരണ ചെയ്ത് ആദ്യം ധ്യാനം ധാരണയൊക്കെ നടത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കദംബ പുഷ്പത്തിൻ്റെ അല്ലി പോലെ മഞ്ഞ നിറം കലർന്ന ചുവപ്പോടു കൂടിയ മഞ്ഞ പട്ടുടയാട ധരിച്ചവനും. പിന്നെ ഇനി എന്താണ് പറയുന്നത്? ലസൻ മഹാരത്ന ഹിരൺമയാംഗദം സ്ഫുരൻ മഹാരത്ന കിരീടകുണ്ടലം ഉന്നിദ്രഹൃത് പങ്കജ കർണികാലയേ യോഗേശ്വരാസ്ഥാപിത പാദപല്ലവം ശ്രീലക്ഷ്മണം കൗസ്തുഭരത്നകന്ധരം അമ്ലാനലക്ഷ്മ്യാവനമാലയാചിതം. എങ്ങനെ അദ്ദേഹം വിശിഷ്ടരത്നങ്ങൾ പതിച്ചതും സ്വർണ്ണ നിർമ്മിതവുമായ തോൾവളകളുണ്ട്. കിരീടം, കുണ്ടലം മനോഹരമായ ഇവയോട് കൂടിയതും വിടർന്ന ഹൃദയപത്മത്തിൻ്റെ കർണികയിൽ ആ യോഗേശ്വരന്മാരാൽ സാക്ഷാത്കരിക്കപ്പെടുന്ന ഇളം തളിരിന് തുല്യമായ ആ പാദങ്ങളെ ശ്രീപാദത്തോടും വക്ഷപ്രദേശത്ത് അധിവസിക്കുന്ന ലക്ഷ്മി ദേവിയാകുന്ന ചിഹ്നത്തോടും പിന്നെയോ ഒരിക്കലും വാടാത്ത ആ വനമാലയോടും കഴുത്തിൽ ശോഭിക്കുന്ന കൗസ്തുഭരത്നത്തോടും നാനാവിധത്തിലുള്ള ആഭരണങ്ങൾ അണിഞ്ഞവനും കേശഭാരം എങ്ങനെയാണ്? ചുരുണ്ട് കറുത്തത്, ചന്ദ്രിക പൊഴിക്കുന്നത് പോലെയുള്ള ആ മുഖത്തോടും അത്രയും ഐശ്വര്യമുള്ളതും കൃപാമൃതം തൂകുന്ന മന്ദഹാസത്തോടു കൂടിയതുമായ ഭഗവാന്റെ ദിവ്യരൂപത്തെ ഹൃദയത്തിൽ ധാരണ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു. ചിത്തശുദ്ധി നേടുന്നത് വരെ ഭഗവാന്റെ പാദാദി കേശാംഗങ്ങളെ ഓരോന്നായിട്ട് ധ്യാനിക്കണം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നു. ഇനി ഏകൈകശോ അംഗാനി ധ്യാനുഭാവയേത് പാദാദി യാവത് ഹസിതം ഗദാഭൃത ജിതം ജിതം സ്ഥാനമപോഹ്യ ധാരയേത് പരം പരം ശുദ്ധ്യതീധീർയഥാ യഥാ യാവന്ന ജായേത പരാവരേസ്മിൻ വിശ്വേശ്വരേ ദ്രഷ്ടരി ഭക്തിയോഗ താവസ്ഥവീയ പുരുഷസ്യ രൂപം ക്രിയാവസാനേ പ്രയതസ്മരേത. അപ്പം ഇതിൽ ഓരോ ഭാഗത്തിലുമുള്ള ഭഗവാന്റെ ആ കേശാദിപാദം പാദാദി കേശത്തിൽ ഓരോന്നിലുമുള്ള ധ്യാനം സ്ഥിരമായിട്ട് തീർന്നാൽ അതിന് മുകളിലുള്ളതിലേക്ക് ധ്യാനത്തെ വ്യാപരിപ്പിക്കണം. അപ്പം അങ്ങനെ സർവേശ്വരനായ ഭഗവാന്റെ ഈ വിധത്തിലുള്ള ദൃഢഭക്തി, അചഞ്ചലമായ ഭക്തി ഉണ്ടാകുന്നത് വരെ നിത്യകർമ്മങ്ങളെല്ലാം അനുഷ്ഠിച്ച് ചിത്തശുദ്ധി നേടി ഭഗവാന്റെ ആ സ്ഥൂല രൂപത്തെയാണ് നമ്മൾ ഹൃദയത്തിൽ ധ്യാനിക്കേണ്ടത്. ഇനി നമ്മൾ സമാധിയിൽ യോഗികൾ പോകുമ്പോൾ അല്ലെങ്കിൽ ജ്ഞാനികൾ പോകുമ്പോൾ ദിക്ക് കാലമെല്ലാം നമ്മുടെ ടൈം ആൻഡ് സ്പേസ് പോകും നമുക്ക്. അപ്പോൾ അതിനപ്പുറത്തേക്കാണ് നമ്മൾ സഞ്ചരിക്കുക. സ്ഥിരം സുഖം ചാസനമാശ്രിതോ യഥാജിഹാസുരി മമംഗലോകം കാലേ ച ദേശേ ച മനോ ന സജ്ജയേത് പ്രാണം നിയച്ഛേൻ മനസാജിതാസു മനസ്വബുദ്ധ്യാമലയാ നിയമ്യ ക്ഷേത്രജ്ഞയേതാം നിനയേത്തമാത്മനെ ആത്മാനമാത്മന്യവരുദ്ധ്യ ധീരോ ലബ്ധോപശാന്തിർവിരമേത കൃത്യാത്. എങ്ങനെയാണ്? യോഗി സ്വദേഹം വെടിയാൻ ഒരുങ്ങുന്നതിന് മുമ്പായിട്ട് എന്ത് വേണം? ദിക്ക് കാലം എന്നുള്ള ആ ചിന്തകൾ ഉണ്ടാവരുത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. സമാധിയിലേക്ക് പോകുമ്പോൾ ആ ചിന്തകളെല്ലാം അപ്പുറത്തേക്ക് കടന്നു പോകും. സുഖാസനത്തിൽ അസംഗനായിരുന്ന ഒരു സംഘവും ഇല്ലാതെ പ്രാണേന്ദ്രിയാദികളെ അടക്കണം. അനന്തരം മനസ്സിനെ ബുദ്ധിയിൽ ലയിപ്പിക്കണം. ബുദ്ധിയെ ക്ഷേത്രജ്ഞനിലും ക്ഷേത്രജ്ഞനെ ആത്മാവിലും ആത്മാവിനെ പരമാത്മാവിലും ചേർത്ത് പരമശാന്തിയോടുകൂടി കർമ്മങ്ങളിൽ നിന്ന് വിരമിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പറയുന്നു, കാലം എന്ന് പറയുന്നത് ദേവന്മാർക്ക് കൂടി ഉപരിയാണ്. അങ്ങനെയുള്ള കാലത്തിനു കൂടി നിയന്ത്രണമില്ലാത്തവനും ത്രിഗുണങ്ങളോ മറ്റ് വികാരങ്ങളോ മഹത്തത്വാദികളോ ബാധിക്കാത്തവനാണ് ഈ പറഞ്ഞ യോഗി. കാലദേശങ്ങൾക്ക് അപ്പുറത്തേക്ക് പോയ യോഗി എന്ന് പറയുന്നത്. നേതി ഇതല്ല എന്ന നിഗമനത്തിലൂടെ ആത്മാവല്ലാത്തതിനെ എല്ലാം നിഷേധിച്ച് കളയുന്ന യോഗി ആ അഭിമാനം വെടിഞ്ഞ് ആ വിഷ്ണുപദത്തെ മാത്രം പരമമായി കണക്കാക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെയുള്ള ജ്ഞാനം കിട്ടിക്കഴിഞ്ഞാൽ അജ്ഞാനം നശിച്ചു അല്ലേ? പണ്ഡിതനാണ്. പണ്ഡയസ്യ അസ്തി ഇതി പണ്ഡിത എന്നാണ്. ജ്ഞാനം കിട്ടിയ അജ്ഞാനം ദഹിച്ചു പോകും. ആ അജ്ഞാനം നശിച്ച യോഗി സംസാരത്തിൽ നിന്നൊക്കെ മാറി യോഗ സാധനകൾ അനുഷ്ഠിക്കാൻ തുടങ്ങണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? അനന്തരം കാൽ മടമ്പുകൊണ്ട് ആ മലദ്വാരത്തെ യോഗശാസ്ത്രം അനുശാസിക്കുന്ന വിധം അമർത്തി അടച്ച പ്രാണവായുവിനെ, ആ കുണ്ടലിനി ശക്തിയെ മുകളിലേക്ക് ആനയിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ
നമ്മൾ ആസനം ശരിയായിരിക്കണം. നമുക്ക് ഒരേ ആസനത്തിൽ കുറേ നേരം ഇരിക്കാൻ കഴിയണം എന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞു. ശ്വാസത്തെ നിയന്ത്രിക്കാൻ കഴിയണം. ഇത് ജിതശ്വാസ, ജിതാസനം അങ്ങനെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം നാഭിയിൽ വന്നു കഴിഞ്ഞാൽ, അതായത് മണിപൂരകത്തിൽ വന്ന വായുവിനെ ഹൃദയത്തിലേക്ക്, അനാഹത ചക്രത്തിലേക്ക്, നമ്മൾ ഏകദേശം 6 ചക്രങ്ങളെ പറ്റി, മനുഷ്യ ശരീരത്തിലുള്ള ആ പ്ലെക്സസ് 6 ചക്രങ്ങളെ പറ്റിയിട്ട് പറയുന്നുണ്ട്. അവിടെ നിന്നും ഉദാന മാർഗത്തിലൂടെ മാറിലേക്ക് ഉയർത്തണം. അതായത് വിശുദ്ധി ചക്രം ഏകദേശം തൊണ്ടയുടെ അടിയിലായിട്ട് വരുന്നുണ്ട്. പിന്നെ ധീരനായി ബുദ്ധി കൊണ്ട് അനുസന്ധാനം ചെയ്ത് ഇളക്കമില്ലാതെ താലുമൂലത്തിലേക്ക്, ആ വിശുദ്ധി ചക്രത്തിൻ്റെ അഗ്രഭാഗത്തിലേക്ക് കൊണ്ടുവരണം. പിന്നെ മുഖത്തുള്ള 7 പ്രാണമാർഗങ്ങളെ ഏതൊക്കെയാണ്? 2 കണ്ണുണ്ട് മുഖത്ത്, 2 നാസാദ്വാരങ്ങൾ, 2 ശ്രോത്രേന്ദ്രിയം, വായ, ഇതൊക്കെ അടച്ചിട്ട് നിരോധിച്ചിട്ട് ഭ്രൂമധ്യത്തിലേക്ക് ഉയർത്തണം. അപ്പോൾ പ്രാണവായുവിനെ ഭ്രൂമധ്യത്തിൽ നിർത്തി ആ അരമുഹൂർത്തം സ്ഥിരദൃഷ്ടിയായിരുന്ന് മൂർധാവിനെ ഭേദിച്ച് പ്രാണന്മാരെ ആ ദ്വാരത്തിലൂടെ ബഹിർഗമിപ്പിച്ച് ദേഹേന്ദ്രിയങ്ങളെ വെടിഞ്ഞിട്ട് മുക്തനായി തീരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് ശ്ലോകം പറഞ്ഞിരിക്കുന്നത്? 20ഉം 21ഉമാണ് ശ്ലോകങ്ങൾ. നാഭ്യാം സ്ഥിതം ഹൃദ്യധിരോപ്യ തസ്മാത് ഉദാനഗത്യോരസിതം നയേന്മുനെ തതോ അനുസന്ധായ ധിയാ മനസ്വി സ്വതാലുമൂലം ശനഗൈർനയേത തസ്മാത് ഭ്രുവോരന്തരമുന്നയേത നിരുദ്ധസത്തായതനോനപേക്ഷ സ്ഥിത്വാ മുഹൂർദ്ധാർത്ഥമകുണ്ഠദൃഷ്ടിർ നിർഭിദ്യ മൂർധൻ വിസൃജേത് പരം ഗദാഫ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി വിവിധ ലോകങ്ങളിലേക്കുള്ള ആ യാത്ര ചെയ്യുന്നത് യോഗി എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. ബ്രഹ്മാണ്ടം ത്രിഗുണങ്ങളാണ്, മായ ത്രിഗുണാത്മികയാണ്. ആ അഷ്ട ഐശ്വര്യ സിദ്ധിയോട് കൂടിയവനായി തീരണം എന്ന് ആഗ്രഹിക്കുന്ന യോഗി എന്തു വേണം? മനസ്സോടും ഇന്ദ്രിയങ്ങളോടും കൂടി പോകണം എന്ന് പറഞ്ഞിരിക്കുന്നു. തുടർന്ന് പറയുന്നു, വിദ്യ, തപസ്, യോഗം, സമാധി എന്നിവ കൊണ്ട് ആ വായുവിൽ അലിഞ്ഞിട്ടുള്ള സൂക്ഷ്മ ശരീരത്തോടു കൂടിയ, സൂക്ഷ്മ ശരീരം വേർപെട്ട യോഗികൾക്ക് ത്രിലോകങ്ങളുടെയും അകത്തും പുറത്തും സഞ്ചരിക്കുവാൻ കഴിയുന്നതായി പറയുന്നു. ഈ കർമാനുഷ്ഠാനങ്ങളൊന്നും നടത്തിയാൽ അങ്ങനെ പറ്റില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി സൂക്ഷ്മ ശരീരത്തിൻ്റെ ഗതി സുഷുമ്ന എന്ന ആ പദത്തിൽ കൂടി ആകാശമാർഗേണയാണ്. യോഗി ആദ്യം എവിടെ വരുന്നു? വൈശ്വാനര ലോകത്തിൽ എത്തിച്ചേരും. പിന്നെ പരിശുദ്ധനായി തീർന്ന് അതിലുപരിയായ ശ്രീഹരിയുടെ ശിശുമാര ചക്രത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനിയോ പ്രപഞ്ചകേന്ദ്രമായ വിഷ്ണുവിൻ്റെ ആ ശിശുമാര ചക്രത്തെ കടന്ന ശേഷം ഏകനായി ആ സൂക്ഷ്മവും ശുദ്ധവുമായ ലിംഗശരീരത്തോടുകൂടി, ആ സൂക്ഷ്മ ശരീരത്തിന് ലിംഗശരീരം എന്നുകൂടി ഒരു പേരുണ്ട്. ലിംഗം എന്ന് പറഞ്ഞാൽ അടയാളപ്പെടുത്തുക, ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതൊക്കെയാണ്. അതിനെപ്പറ്റി കൂടുതൽ സൂക്ഷ്മ ശരീരത്തെ പറ്റിയിട്ട് നമ്മൾ തത്വബോധത്തിലും ഭാഗവതത്തിൽ തന്നെയും വരുമ്പോഴും പറയുന്നുണ്ട്. യോഗികൾ കൽപ്പാന്തം വരെ വസിക്കുന്നതും സർവരും നമസ്കരിക്കുന്നതുമായ മഹർ ലോകത്തെ പ്രാപിക്കുന്നു. അവിടെ വെച്ച് അദ്ദേഹം എന്ത് ചെയ്യും? കൽപ്പാന്തകാലത്ത് ആ ആദിശേഷൻ്റെ മുഖങ്ങളിൽ നിന്നും പുറപ്പെടുന്ന അഗ്നി കൊണ്ട് ഈ വിശ്വമാകെ ദഹിച്ചു പോകുന്ന കാഴ്ച കാണും. അതിനുശേഷം സിദ്ധേശ്വരന്മാരുടെ ആവാസസ്ഥാനമായ ബ്രഹ്മലോകത്ത് പോയി 2 പരാർത്ഥകാലം വസിക്കുന്നു. ഇത് വിവിധ ലോകങ്ങളെ പറ്റിയാണ് പറയുന്നത്. എല്ലായിടത്തും ഭഗവാൻ തന്നെയാണ് ആ വ്യത്യസ്ത രീതിയിലുള്ള ലോകങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവിടെ വെച്ച് ഈ സംസാര സാഗരത്തിൽപ്പെട്ട് ഉഴലുന്ന മറ്റ് മനുഷ്യരെക്കുറിച്ചോർത്തുള്ള ദുഃഖം മാത്രമേ ആ യോഗിക്ക് ഉണ്ടാവുകയുള്ളൂ. ജരയോ മൃത്യുവോ ഒന്നും തന്നെ ആ യോഗിയെ ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ഇനി ഈ യോഗിക്ക് വേണമെങ്കിൽ സൂക്ഷ്മ ശരീരം കൊണ്ട് പൃഥ്വിയാദി പഞ്ചഭൂതങ്ങളെയും പ്രാപിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഘ്രാണേന ഗന്ധം രസനേവ വൈരസം രൂപം തു ദൃഷ്ട്യാ ശ്വസനം ത്വചൈവ ശ്രോത്രേണ ചോപേത്യ നഭോ ഗുണത്വം പ്രാണേന ചാഗോതിമുപൈതി യോഗി. എങ്ങനെയാണ്? പൃഥ്വിരൂപനായിട്ട് സ്വശരീരത്തോടെ ജലതത്വത്തെ പ്രാപിച്ച് ജ്യോതിസ്വരൂപത്തെ, പിന്നെയോ വായുസ്വരൂപത്തെ പ്രാപിക്കാം, ആകാശസ്വരൂപത്തെയും പ്രാപിക്കാം. അതെങ്ങനെയാണ്? ഘ്രാണേന്ദ്രിയം കൊണ്ട് ഗന്ധതന്മാത്രയെ പ്രാപിക്കാം, രസനേന്ദ്രിയം കൊണ്ട് രസത്തെയും, ശ്രോത്രേന്ദ്രിയം കൊണ്ട് ശബ്ദതന്മാത്രയെയും, ത്വഗീന്ദ്രിയം കൊണ്ട് സ്പർശതന്മാത്രയെയും, നേത്രേന്ദ്രിയം കൊണ്ട് രൂപതന്മാത്രയെയും പ്രാപിക്കാം എന്ന് പറഞ്ഞിരിക്കുന്നു. അതാത് ജ്ഞാനേന്ദ്രിയങ്ങൾ കൊണ്ട് പഞ്ചതന്മാത്രകളെയും പ്രാണനെ കൊണ്ട് ഇന്ദ്രിയ ശക്തിയെയും പ്രാപിക്കാം. അപ്പോൾ സൂക്ഷ്മഭൂതങ്ങളുടെയും ഇന്ദ്രിയങ്ങളുടെയും ലയസ്ഥാനമായും മനോമയമായും ദേവമയമായും സ്ഥിതി ചെയ്യുന്ന ആ അഹങ്കാര തത്വത്തിൽ പ്രവേശിച്ചിട്ട് മഹത്തത്വത്തിലേക്ക് പോകാം. ത്രിഗുണങ്ങളുടെ ലയസ്ഥാനമായ മൂലപ്രകൃതിയിലേക്ക് എത്തിച്ചേരാം.
ഇപ്രകാരം പരമാത്മാവിനെ പ്രാപിക്കുന്ന ആ ആനന്ദമയനായ യോഗിക്ക് പിന്നെ പുനരാവൃത്തി ഉണ്ടാകുന്നില്ല. അതാണ് ക്രമമുക്തി എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് ശുഖബ്രഹ്മർഷി പറയുകയാണ്, അല്ലയോ മഹാരാജൻ, പരീക്ഷിത് മഹാരാജാവേ, ഞാൻ അവിടത്തേക്ക് ക്രമമുക്തിയെക്കുറിച്ച് സദ്യോമുക്തിയെക്കുറിച്ചും പറഞ്ഞു തന്നു. ബ്രഹ്മാവ് പണ്ട് ഇതുപോലെ തന്നെ വിഷ്ണു ഭഗവാനെ പൂജിച്ച് ഇതിനെക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോൾ ഭഗവാൻ ആശ്ചര്യം നിറഞ്ഞതും സനാതനവും വേദപ്രസിദ്ധവുമായ ഈ ഉപദേശത്തെ നൽകിയതാണ്. അപ്പം യാതൊരുവനാണോ ഭഗവാൻ വാസുദേവനിൽ നിർവ്യാജമായ ഭക്തി ഉണ്ടാകുന്നത്, അവന് വളരെ വേഗത്തിൽ തന്നെ മുക്തി സംഭവിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സംസാരമോചനം നേടുന്നതിന് ഇതിലും ശ്രേഷ്ഠമായ മറ്റൊരു മാർഗവുമില്ല. ബ്രഹ്മാവ് ആ ഏകാഗ്രചിത്തനായിട്ട് 3 തവണ വേദം പഠിച്ചതിൻ്റെ ഫലമായിട്ട് ഭഗവാൻ നാരായണനിൽ പരമപ്രേമ സ്വരൂപയായ ഭക്തിയുണ്ടായി ബ്രഹ്മാവിന്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ മാർഗം തന്നെയാണ് ശ്രേഷ്ഠമെന്ന് നിശ്ചയിച്ചത്. ഭഗവാൻ സർവഭൂതേഷു ലക്ഷിത സ്വാത്മനാ ഹരി ദൃശ്യേർബുദ്ധ്യാധിപർദ്രഷ്ടാ ലക്ഷണൈരനുമാപകൈ. സർവചരാചരാദികളിലും വർത്തിക്കുന്ന ഭഗവാന്റെ അസ്തിത്വം പ്രത്യക്ഷ അനുമാന പ്രമാണങ്ങൾ കൊണ്ടൊക്കെ ബുദ്ധി ഉപയോഗിച്ച് അനുഭവിക്കാൻ സാധിക്കും. അതുകൊണ്ട് നൃപന്മാരിൽ ഉത്തമനായവനെ. ഇതുകൊണ്ടെല്ലാം സർവർക്കും എല്ലായ്പ്പോഴും സ്മരണീയനും കീർത്തനീയനും ശ്രവണീയനും ആയിട്ടുള്ളത് ഭഗവാൻ ശ്രീഹരി തന്നെയാണെന്ന് അറിയണം. സജ്ജനങ്ങളിൽ ആത്മരൂപേണ പ്രകാശിക്കുന്ന ഭഗവാന്റെ ആ കഥാ അമൃതത്തെ നമ്മുടെ ആ ശ്രവണപുടങ്ങളിൽ നിറച്ച് യാതൊരുവനാണോ പാനം ചെയ്യുന്നത്, അവൻ വിഷയവാസനകൾ കൊണ്ട് ദുഷിച്ചിരിക്കുന്ന അന്ധക്കരണത്തെ, മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങളാണ് അന്ധക്കരണങ്ങൾ, പരിശുദ്ധമാക്കുകയും ഭഗവാന്റെ തൃപ്പാദ പത്മങ്ങളെ പ്രാപിക്കുകയും ചെയ്യുന്നു. പിബന്തിയേ ഭഗവദാത്മനസ്സദാം കഥാമൃതം ശ്രവണപുടേഷു സംഭൃതം പുനന്തിതേ വിഷയ വിദൂഷിതാശയം വ്രജന്തി തച്ചരണ സരോരുഹാന്തികം. ഇത്രയും പറഞ്ഞ് ഈ അധ്യായം സമർപ്പിക്കുന്നു. നമ്മൾക്കും ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഇത് സമർപ്പിക്കാം. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദ്വിതീയ സ്കന്ധേ പുരുഷ സംസ്ഥാന വർണ്ണനം നാമ ദ്വിതീയോധ്യായ. ഹരിയും.